പ്രൈസ് ദി ലോർഡ്. വലിയ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ കർത്താവിൻ്റെ അതിശക്തമായൊരു ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം മക്കൾ സാമ്പത്തിക മേഖലകളിൽ ഞെരുങ്ങുന്നുണ്ട്. കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, നല്ലൊരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജോലി ഉണ്ടെങ്കിലും ശമ്പളം കിട്ടാത്തവർ. ഇപ്പോൾ ലോകത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ട്. യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളൊക്കെ അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു. സാമ്പത്തികമായിട്ട് അവർ വിഷമിക്കുന്നു. അവർക്ക് ജോലിയില്ലാത്തതുകൊണ്ട് നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് സാമ്പത്തിക മേഖല വിഷമം, അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ലോകം മുഴുവനുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി കുരുക്കിൽപ്പെട്ടവർ, പണം പലിശയ്ക്ക് മേടിച്ചിട്ട് കെണിയിലാകപ്പെട്ടവരുണ്ട്. സമ്പത്ത് കൈവശം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടവരുണ്ട്, ചതിവിൽപ്പെട്ടവരുണ്ട്. ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യൻ സാമ്പത്തിക മേഖലയിൽ കെണിയിലായിരിക്കുന്നത്. നമുക്കിന്ന് ആ മേഖലയെ ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അത് ഒരു വലിയ വാതിൽ എന്ന് നമുക്ക് വേണ്ടി തുറക്കും, തടസ്സങ്ങളെയൊക്കെ മാറ്റും. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വചനങ്ങൾ പറയുന്നു: ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ് ഈ വചനം. അതായത് ധനത്തോടുള്ള ഒരു ആർത്തി, എങ്ങനെയും ധനവാന്മാരാകണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന പല വ്യക്തികളും വലിയ കെണികളിലും പ്രലോഭനങ്ങളിലും ഉൾപ്പെട്ട് നാശത്തിലേക്കും അധപ്പതനത്തിലേക്കും കടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകളാണ് പണം പലിശയ്ക്ക് കൊടുത്തിട്ട് നഷ്ടപ്പെട്ടവർ. ചില തട്ടിപ്പ് കമ്പനികളിൽ അമിതമായ പലിശ വാഗ്ദാനം ചെയ്ത കമ്പനികളിൽ പണം നിക്ഷേപിച്ചു. എന്നിട്ട് ആ പണം മുഴുവൻ നഷ്ടപ്പെട്ടവർ, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട മനുഷ്യർ, അങ്ങനെ കബളിപ്പിക്കപ്പെട്ട അനേക മനുഷ്യരുണ്ട്. അത് വളരെ പെട്ടെന്ന് ധനമുണ്ടാക്കാം, അല്ലെങ്കിൽ വലിയ സമ്പത്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് പലവിധ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ പോയവരൊക്കെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. വലിയ നാശത്തിലേക്ക് അവർ പോയി വീണിട്ടുമുണ്ട്. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. ധനത്തോടുള്ള അമിതമായ ആസക്തി, ധനാസക്തി, അത് സാത്താൻ ഇടുന്ന വലിയ ഒരു കെണിയാണ്. നിരവധി വ്യാമോഹങ്ങളിലും തെറ്റുകളിലും അധപ്പതനങ്ങളിലും തിന്മയുടെ വഴികളിലും മ്ലേച്ഛതയിലേക്കൊക്കെ അനേകർ വീണു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കൽ ഒരു സഹോദരി നമ്മുടെ ധ്യാനത്തിന് വന്നു. ഒരു തൃശ്ശൂർ സ്വദേശിനിയാണ്. അവർ ഗൾഫിലാണ് ജോലി ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവർ അവിടെ എത്തപ്പെട്ടു. അവർ ജോലിക്കായിട്ട് പോയതാ. അവിടെ ചെന്നൊരു കെണിയിലായിപ്പോയി. കെണിയിലായി എന്ന് പറഞ്ഞാൽ ഒരു ചതിവിൽപ്പെട്ട് ഒരു വേശ്യാലയത്തിൽ എത്തപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവർ ആവുകയാണ്. പിന്നീട് അവിടുന്ന് അവർ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട ഒരു അനുഭവമൊക്കെ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതും മലയാളികളായിട്ടുള്ളൊക്കെ ആളുകളായിരുന്നു എന്നാണ് ആ സഹോദരി പറഞ്ഞത്. അവരെ കെണിയിൽപ്പെടുത്തി, അങ്ങനെ കെണിയിൽപ്പെട്ട പല സ്ത്രീകളും ജീവിതം നശിച്ചവരുണ്ട്. അപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ആരെയും കെണിയിൽപ്പെടുത്താനായിട്ട് കാത്തിരിക്കുന്ന വഞ്ചന നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളായ ധാരാളം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിച്ച് വിവേകത്തോടെ വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുവാനായിട്ട്. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പോൾ ഏത് വിധത്തിലും ധനമുണ്ടാക്കണം. അതിന് ഏത് തിന്മയാനും മടിയില്ല. അതാണല്ലോ മയക്കുമരുന്ന് വിൽക്കുന്നു, ലഹരി വിൽക്കുന്നു, കഞ്ചാവ് വിൽക്കുന്നു, വേശ്യാലയം നടത്തുന്നു, മദ്യഷാപ നടത്തുന്നു, അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ധനമോഹം കൊണ്ട് ഏത് തിന്മയും ചെയ്യാം, എന്നിട്ട് ധനമുണ്ടാക്കുക. ധനം എല്ലാത്തിൻ്റെയും മുകളിൽ ആകുന്ന ഒരവസ്ഥ, ഇത് വലിയ തിന്മ തന്നെയാണ്. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഇടവന്നിട്ടുണ്ട്. അതായത് വിശ്വാസ ജീവിതം നയിക്കുന്നവർ
ലോകത്തിൻ്റെതായ പല സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇടപെട്ട് പോയിട്ട് അവിടെയൊക്കെ ചതിവ് പറ്റി എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം വിശ്വാസം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിനുണ്ട്. ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയുണ്ട്. ഒട്ടേറെ വ്യഥകളാൽ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു നല്ല മനുഷ്യൻ പങ്കുവെച്ചാണ്. അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല വിലയുണ്ട്, അധ്യാപകനാണ്, ഭാര്യ അധ്യാപികയാണ്, ഇപ്പോൾ രണ്ടുപേരും റിട്ടയറായി, മക്കൾ 3 പേര് വിദേശത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി, ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന് ഒരു ഞെരുക്കം വന്നപ്പോൾ ഇദ്ദേഹം തൻ്റെ വീടും സ്ഥലവും എല്ലാം കൂടെ ബാങ്കിൽ ഈട് വെച്ച്, ചെറിയ തുകയല്ല, 2 കോടി രൂപ എടുത്ത് കൊടുത്തു, വായ്പ കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു, ആ മനുഷ്യൻ ഒറ്റ പൈസ പോലും തിരിച്ചു വന്നില്ല, ബാങ്കിൽ അടച്ചിട്ടുമില്ല. വലിയ സങ്കടത്തോടെ പറയും, എൻ്റെയും ഭാര്യയുടെയും പെൻഷൻ കാശ് ബാങ്കിലേക്ക് അടയ്ക്കുന്നു, വിദേശത്തുള്ള മക്കൾ വഴി അടക്കുന്ന പൈസ ബാങ്കിൽ അടയ്ക്കുന്നു. വലിയ ഒരു കെണിയിൽപ്പെട്ട വലിയ സങ്കടത്തിലാണ്, വലിയൊരു ചതിവിൽപ്പെട്ട ഒരു അനുഭവം ഒരു ചേട്ടൻ പങ്കുവെച്ചു. കണ്ടോ, മനസ്സിന് ആഴമായ മുറിവായിപ്പോയി, വലിയൊരു വേദനയായിപ്പോയി മനുഷ്യന്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വന്തം വസ്തുവും വീടുമൊക്കെ ഈടുവെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ചതിവിലായിരിക്കാം ചെന്ന് പെടുന്നത്. അത് ശരിക്കും വഞ്ചനയാണ് ആ പണം കൊടുക്കാതിരിക്കുന്നത്. അതിനൊക്കെ ദൈവസന്നിധിയിൽ ഉത്തരിപ്പ് കടമുണ്ട്, ദൈവസന്നിധിയിൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ ദൈവിക മനുഷ്യനാണ് നീ, ഇവയിൽ നിന്ന് ഓടി അകലണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്, വഞ്ചന ചെയ്യരുത്, പണം പലിശക്ക് കൊടുക്കരുത്, തിന്മയിലേക്ക് പോകരുത്. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നമിക്കുക. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. നീതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ വളരണം. സ്നേഹത്തിൻ്റെ മനുഷ്യരായിട്ട് മാറണം. വിശ്വാസത്തിലെ സ്ഥിരത, വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാവണം. സൗമ്യതയോടെ എല്ലാവരോടും ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ആത്മീയമായ കൃപകൾക്ക് വേണ്ടിയാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ സാമ്പത്തിക മേഖലകളിൽ പോയി കെണിയിൽപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. അനേകർ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ട്, ചതിവിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കുക. ദൂർത്തടിച്ചുള്ള ജീവിതം അത് നമ്മളെ തകർച്ചയിലേക്ക് നയിക്കും. അമിതമായ ആഡംബരം നമ്മുടെ സമ്പത്ത് ചോർത്തിക്കളയും. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ സമ്പത്ത് ചെലവഴിക്കുവാനായിട്ട്. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങൾ. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരത്തില്ല. ഏതുവിധത്തിൽ പണം സമ്പാദിച്ചാലും ആർത്തി തീരത്തില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയില്ല. ഇത് മിഥ്യയാണ്. ധനം കൊണ്ട് എല്ലാമായി എന്ന് നമ്മൾ വിചാരിക്കരുത്. വലിയ വലിയ ധനവാന്മാർ, കോടാനുകോടി ആസ്തിയുള്ളവരൊക്കെ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ധനം എല്ലാറ്റിൻ്റെയും മീതെയാണ് എന്നൊരു ചിന്ത പാടില്ല. എല്ലാറ്റിൻ്റെ മീതെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് നമുക്ക് വേണ്ടതൊക്കെ തക്ക സമയത്ത് ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വിഭവങ്ങൾ വരുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. തിന്നൊടുക്കുക, അവർ തിന്നുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുവാനായിട്ട് പാടില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സുഖലോലുപതയിലുള്ള ഒരു ജീവിതം. ഇന്ന് ലോകമെമ്പാടും അനേക വ്യക്തികളുടെ ഒരു കാഴ്ചപ്പാടിതാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നവർ ചിന്തിക്കുന്നില്ല. നിത്യതയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം ഇതാണ്: തിന്നുക, കുടിക്കുക, സുഖിക്കുക, ആനന്ദിക്കുക. അങ്ങനെ ലോകത്തിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ധാരാളം മനുഷ്യർ. അവർ ആത്മനാശത്തിലേക്കുള്ള വഴിയിലാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.